കഥയാരംഭിക്കുന്നത് ജിമ്മി കളൻ എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ജിമ്മി നിലവിൽ ജയിലിലെ അന്തേവാസിയായിരുന്നു. കരുത്തുറ്റ ശരീരമുള്ള ഒരൊത്ത മനുഷ്യൻ ജിമ്മി എന്ന സെൽവാളിലുള്ള തന്റെയും സഹോദരന്റെയും ചിത്രത്തിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നാളുകളായി ആ ജയിലിൽ കഴിയുന്ന ദിവസം അത്രയും ജിമ്മി എന്തോ ആലോചിച്ച് പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. വൈകാതെ വാർഡൻ ജിമ്മിയുടെ സെല്ലിലേക്ക് വന്നു. ജിമ്മിയെ കൂട്ടി പുറത്തേക്ക് പോവാൻ തുടങ്ങി. വർഷങ്ങൾ നീണ്ട ജയിൽ ജീവിതത്തിന് ശേഷമുള്ള ജിമ്മിയുടെ മോചനം നടക്കുന്ന ദിവസമായിരുന്നു അത്. പുറത്തേക്ക് വിടുന്നതിന് മുമ്പ് ജിമ്മി വാർഡനെ മീറ്റ് ചെയ്യാൻ പോയി. വാർഡൻ ജിമ്മിയെ പതിവ് പോലെ ഉപദേശിച്ചു. രാജ്യത്തിന്റെ നിയമവും മറ്റും അനുസരിക്കുന്ന നല്ലൊരു സിറ്റിസണായി ജീവിക്കണം, പുതിയൊരു ജീവിതം തുടങ്ങണം എന്നൊക്കെയായിരുന്നു വാർഡന്റെ ഉപദേശം. പക്ഷെ വാർഡന്റെ ഈ പറച്ചിലൊന്നും ചെവി കൊള്ളാനോ കേൾക്കാനോ ജിമ്മി ഒരുക്കമായിരുന്നില്ല. എത്രയും വേഗം ജയിലിൽ നിന്നിറങ്ങി ചിലതൊക്കെ പ്രവർത്തിക്കാൻ ജിമ്മി കാത്തു നിൽക്കുകയായിരുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് സ്ലേഡ് ഹംഫ്രീസ് എന്ന് പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മൾ പരിചയപ്പെടുന്നു. കറപ്റ്റഡ് ഉദ്യോഗസ്ഥനാണ് അയാൾ. അന്നൊരു മയക്കുമരുന്ന് കച്ചവടക്കാരനുമായി ചില ഇടപാടുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥനായ ഹംഫ്രീസും മയക്കുമരുന്നിന് അഡിക്റ്റാണ്. ഇടയ്ക്കൊക്കെ അയാളെ തേടി ആവശ്യത്തിന് ചരക്കും എത്തിച്ചേരാറുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ജിമ്മി നേരെ പോയത് നേരത്തെ തീരുമാനിച്ചിരുന്ന ഒരിടത്തേക്കായിരുന്നു. അവിടെ മൂടിയിട്ടിരുന്ന തന്റെ 1970 മോഡൽ ഷെവർലെറ്റ് ഷെവല്ലെ ജിമ്മി റിട്രീവ് ചെയ്തെടുത്തു. കൂട്ടത്തിൽ ഒരു തോക്കും താൻ വകവരുത്തേണ്ട ആളെ പറ്റിയുള്ള ഡീറ്റെയിൽസും ജിമ്മി കരസ്ഥമാക്കി. പിന്നാലെ കാറെടുത്ത് അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ്. ജിമ്മിക്ക് പോവേണ്ടിയിരുന്നത് കാലിഫോർണിയയിലെ ബേക്കേഴ്സ് ഫീൽഡിലേക്കായിരുന്നു. അവിടെ ആയിരുന്നു ജിമ്മിയുടെ ടാർഗറ്റായ വ്യക്തി ഉണ്ടായിരുന്നത്. ജിമ്മി അങ്ങോട്ടേക്ക് കാറ് വേഗത്തിൽ പായിച്ചു. ജിമ്മി വൈകാതെ തന്റെ ഡെസ്റ്റിനേഷനായ ടെലിമാർക്കറ്റിംഗ് ഷോപ്പിലേക്ക് എത്തി. പ്രതികാര ബുദ്ധിയാൽ ജിമ്മിയുടെ ഉള്ളിൽ തിളയ്ക്കുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറി ചെന്ന ജിമ്മി മറ്റൊന്നും തന്നെ ആലോചിച്ചില്ല. തന്റെ മുമ്പിലുണ്ടായിരുന്ന തന്റെ ടാർഗറ്റിനെ, കൃത്യമായി പറഞ്ഞാൽ പ്രെസ്കോട്ട് ആഷ്ടൺ എന്ന പേരുള്ള വ്യക്തിയെ വെടിവെച്ച് കൊലപ്പെടുത്തി കളഞ്ഞു. തന്റെ ആദ്യത്തെ ടാർഗറ്റിനെ വകവരുത്തി കഴിഞ്ഞതും ജിമ്മി പോയത് റോയ് ഗ്രോൺ എന്ന പേരുള്ള വ്യക്തിയെ കാണാനായിരുന്നു. അയാളായിരുന്നു ജിമ്മിക്ക് കാറും ഗണ്ണുമടക്കം പ്രൊവൈഡ് ചെയ്തത്. ആദ്യത്തെ ടാർഗറ്റിനെ പറ്റിയുള്ള വിവരങ്ങളും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഇൻഫോർമന്റായി റോയെ ജിമ്മിക്ക് തോന്നിയിരുന്നു. തനിക്ക് ആവശ്യമുള്ള മറ്റ് ടാർഗറ്റുകളുടെ ഡീറ്റെയിൽസ് കൂടി തരുവാൻ ജിമ്മി അവിടുത്തെ റോയോട് ആവശ്യപ്പെട്ടു. ജയിലിൽ കഴിഞ്ഞ കാലം അത്രയ്ക്കും കാത്തിരുന്ന് ജിമ്മി തയ്യാറാക്കിയ റിവെഞ്ച് മിഷനായിരുന്നു അത്. റോയ് അല്പം മടിച്ചു നിന്നപ്പോ ജിമ്മിക്ക് ടാർഗറ്റുകളുടെ വിവരം തരാൻ പറഞ്ഞ് റോയെ കുറച്ചൊന്ന് വിരട്ടേണ്ടി വന്നു. റോയ്ക്ക് അതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജിമ്മിയെ കൈകാര്യം ചെയ്യാൻ റോയ് തന്റെ ബോഡി ഗാർഡിനെ വിളിച്ചു വരുത്തി. ജിമ്മിയെ എതിരിടാൻ റോയുടെ കരുത്തുറ്റ ബോഡി ഗാർഡ് ജിമ്മിക്കെതിരെ ചെന്നു. അപ്പോഴാണ് ജിമ്മിയുടെ കയ്യിലെ പച്ചകുത്തിയ പാടൊക്കെ റോയുടെ ബോഡി ഗാർഡ് നോക്കിക്കാണുന്നത്. ആ ഒരു നിമിഷത്തിൽ ഏവരും ഭയന്നിരുന്ന ആ രാജ്യത്തെ കുറ്റവാളികളിൽ തന്നെ ഒരാളായ ഗോസ്റ്റ് എന്ന് വിളിപ്പേരുള്ള വ്യക്തിയാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് റോയുടെ ബോഡി ഗാർഡ് തിരിച്ചറിഞ്ഞു. അതോടെ ജിമ്മിയോട് എതിരിടാൻ ഭയപ്പെട്ട് റോയുടെ ബോഡി ഗാർഡ് ഓടി രക്ഷപ്പെടുകയാണ്. അതുകൂടി ആയപ്പോ റോയ് കൂടുതൽ ഭയപ്പെട്ടിരുന്നു. ജിമ്മി തന്നെ കൊന്നുകളയുമോ എന്നുകൂടി ഭയപ്പെട്ട റോയ് അധികം വൈകാതെ ജിമ്മിക്ക് ആവശ്യമുള്ള ടാർഗറ്റുകളുടെ വിവരങ്ങളും മറ്റും അവനായി പറഞ്ഞുകൊടുത്തു. ജിമ്മി അവിടെ നിന്നും തന്റെ അടുത്ത ടാർഗറ്റുകളെ തേടി പുറപ്പെട്ടു. ഇതേ സമയം മറുവശത്ത് ഹംഫ്രീസും പോലീസ് സംഘവും ജിമ്മിയുടെ ആദ്യത്തെ കൊലപാതകമുണ്ടല്ലോ അതന്വേഷിക്കാൻ ആരംഭിച്ചിരുന്നു. ഇതേ സമയം തന്നെ മറ്റൊരിടത്ത് കില്ലർ എന്ന് വിളിപ്പേരുള്ള ഒരു ഹിറ്റ്മാൻ ഉണ്ടായിരുന്നു. ജിമ്മിയെ വകവരുത്താൻ അയാൾക്കൊരു കൊട്ടേഷൻ വന്നെത്തുകയാണ്. ഉടനടി കില്ലർ ആ ജോബ് അക്സെപ്റ്റ് ചെയ്തു. തന്റെ ജോലി പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാൻ ജിമ്മിയെ തേടി പുറപ്പെടുകയുമുണ്ടായി. കൊലപാതകം നടന്നയിടത്തുള്ള ഇൻവെസ്റ്റിഗേഷനിടയ്ക്ക് കറപ്റ്റഡ് ഉദ്യോഗസ്ഥനായ ഹംഫ്രീസ് ഡിറ്റക്റ്റീവ് സിസേറോയുമായി ടീമപ്പ് ചെയ്യുന്നുണ്ട്. കൊലപാതകിയെപ്പറ്റി സിസേറോയ്ക്ക് ചില സൂചനകളൊക്കെ ലഭിച്ചിരുന്നു. വൈകാതെ അത് ജിമ്മിയാണ് എന്നും അവർ തിരിച്ചറിയുന്നുണ്ട്. ഡിറ്റക്റ്റീവ് സിസേറോയും ഹംഫ്രീസും ജിമ്മിയെപ്പറ്റി ഡിസ്കസ് ചെയ്തു. ജിമ്മി മുമ്പ് റോബറിയുടെ കേസിൽ ജയിലിലായിരുന്നുവെന്നും ഡ്രൈവർ എന്ന വിളിപ്പേരിലാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. വളരെയധികം സ്കില്ലുള്ള ഒരു ക്രിമിനലാണ് എന്നുമൊക്കെ സിസേറോ ആ സമയം ഹംഫ്രീസിനോട് വിശദീകരിക്കുന്നുണ്ട്. ജിമ്മിയുടെ പാസ്റ്റിനെ പറ്റി വ്യക്തമാകുന്നതും അപ്പോഴാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജിമ്മി തന്റെ സംഘത്തിനൊപ്പം വലിയൊരു മോഷണം നടത്തിയിരുന്നു. മോഷണ മുതലുമായി അവർ രക്ഷപ്പെട്ടു പോവാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റൊരു മോഷണ സംഘം അവരെ ആക്രമിക്കാനെത്തി. അവർ ജിമ്മിയുടെ ഗ്യാങ്ങിലുള്ളവരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അന്ന് കൊല്ലപ്പെട്ട ഗ്യാങ് മെമ്പേഴ്സിൽ ജിമ്മിയുടെ സഹോദരനും ഉണ്ടായിരുന്നു. ജിമ്മിയുടെ കൺമുമ്പിൽ വെച്ചിട്ടായിരുന്നു വളരെ ക്രൂരമായി ജിമ്മിയുടെ സഹോദരൻ കൊല്ലപ്പെട്ടത്. അന്ന് ജിമ്മിക്കും തലയിൽ വെടിയേറ്റിരുന്നു. പക്ഷേ ജിമ്മിയെ ഒരു സംഘം ആളുകൾ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഒരു സംഘം ഡോക്ടേഴ്സ് ജിമ്മിയെ ട്രീറ്റ് ചെയ്തു. തലയിൽ വെടിയേറ്റ ഭാഗത്ത് ജിമ്മിയുടെ സ്കള്ളിലായി അയൺ പ്ലേക്ക് അടക്കം പിടിപ്പിച്ച് ജിമ്മി അവർ രക്ഷപ്പെടുത്തിയെടുത്തു. എന്നിരുന്നാൽ തന്നെയും മോഷണ ശ്രമത്തിന്റെ പേരിൽ പിന്നാലെ ജിമ്മി ജയിലിൽ പോയിരുന്നു. തന്റെ സഹോദരന്റെയും ടീം അംഗങ്ങളുടെയും കൊലപാതകത്തിന് അന്ന് പ്രതികാരം തീർക്കാൻ ജിമ്മിക്ക് സാധിച്ചിരുന്നില്ല. ജയിലിൽ കഴിഞ്ഞ ഓരോ നിമിഷവും ജിമ്മിയുടെ ഉള്ളിൽ പ്രതികാര ബുദ്ധി ആളി കത്തിക്കൊണ്ടിരുന്നു. ടാർഗറ്റുകളെ വകവരുത്താൻ പദ്ധതിയിട്ടു. ആ പദ്ധതിയായിരുന്നു
ഊഹങ്ങളായിരുന്നു ജിമ്മി ഇപ്പോൾ നടപ്പിൽ വരുത്തിക്കൊണ്ടിരുന്നത്. തന്റെ ഊഹങ്ങൾ സിസേറോ കൂടുതൽ വ്യക്തമായി ഹംഫ്രീസിനോട് വിശദീകരിച്ചു പറഞ്ഞു. ഇതേസമയം മറുവശത്ത് ജിമ്മിയാകട്ടെ തന്റെ അടുത്ത ടാർഗറ്റിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കിയിരുന്നു. കെന്നത്ത് ടൈസൺ എന്നായിരുന്നു അയാളുടെ പേര്. ഇതേസമയം ജിമ്മി അറിയാതെ കില്ലർ ജിമ്മിയെ പിന്തുടരുന്നുണ്ടായിരുന്നു. കൃത്യമായ അവസരത്തിൽ ജിമ്മിയെ വകവരുത്താനായിരുന്നു കില്ലറുടെ പദ്ധതി. ടാർഗറ്റിനടുത്തേക്ക് പുറപ്പെട്ടു ചെന്ന് ജിമ്മി വൈകാതെ അയാളെ വകവരുത്തി കളഞ്ഞു. അയാളുടെ ഫ്ളാറ്റിൽ നിന്ന് ജിമ്മി പുറത്തേക്ക് വന്നപ്പോഴേക്കും കില്ലർ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. കില്ലർ ജിമ്മിയെ എതിരിട്ട് വകവരുത്താൻ ശ്രമിച്ചു. അവിടെ ശക്തമായൊരു ഷൂട്ടൌട്ട് അരങ്ങേറുകയാണ്. ജിമ്മിക്കും കില്ലറിനും സാരമായ പരിക്കൊന്നുമേറ്റില്ല. എന്നിരുന്നാലും കില്ലറിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ജിമ്മിക്ക് സാധിച്ചിരുന്നു. കില്ലറെ കൊല്ലാൻ അവസരമുണ്ടായിട്ടും ജിമ്മി അത് ചെയ്തതുമില്ല. കില്ലർ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി. ജിമ്മിക്ക് തന്റെ വഴിയിൽ വരുന്ന മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ ഒരു ഉദ്ദേശവുമില്ല. ജിമ്മിയാകെ കൊലപ്പെടുത്തുന്നത് ജിമ്മിയുടെ ടാർഗറ്റുകളെ മാത്രമാണ്. അങ്ങനെ മുമ്പിൽ വന്നിട്ടും ജിമ്മി കില്ലറെ കൊല്ലാതെ വിട്ടത് ഫിലോസഫിക്കലായി തന്നെ കില്ലർ എടുത്തിരുന്നു. വളരെ പേഴ്സണലായി ജിമ്മിയുടെ കാര്യമെടുത്ത കില്ലർ ജിമ്മിയെ വകവരുത്താൻ ഉദ്ദേശിച്ച് മുമ്പോട്ടുള്ള തന്റെ യാത്ര തുടർന്നു. ജിമ്മി പിന്നാലെ തന്റെ മുൻകാല ഗേൾഫ്രണ്ടിനെ ചെന്ന് കണ്ടു. ജിമ്മി ഇപ്പോൾ പ്രതികാര നടപടികളുമായി മുമ്പോട്ടു പോവുകയാണെന്നും പണ്ട് സംഘാംഗങ്ങളുടെ കൊലപാതകത്തിന് കാരണക്കാരായവരെ വകവരുത്തുകയാണ് എന്നും ഗേൾഫ്രണ്ട് മനസ്സിലാക്കിയിരുന്നു. ആദ്യമേ തന്നെ ജിമ്മിയോട് അവർക്ക് ദേഷ്യമുണ്ടായിരുന്നു. ജിമ്മി തന്നെ പൂർണ്ണമായി അവഗണിച്ചാണല്ലോ അന്ന് ആ പ്രവൃത്തികൾക്ക് പോയത് എന്നുള്ള ദേഷ്യം അവർ പ്രകടിപ്പിച്ചു. പിന്നാലെ താൻ തിരികെ വന്നത് അവൾക്ക് വേണ്ടിയാണെന്നും തന്റെ ടാർഗറ്റുകളെ വകവരുത്തി കഴിഞ്ഞാൽ അവളിലേക്ക് തിരികെ വരും എന്ന് ജിമ്മി പറഞ്ഞപ്പോ അതിന് സാധിക്കില്ല എന്നവൾ തീർത്തു പറഞ്ഞു. നമ്മുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പറ്റിയൊക്കെ എന്ന മട്ടിൽ ജിമ്മി ചോദിച്ചപ്പോ ആ കുട്ടിയെ താൻ ഗർഭചിത്രം നടത്തിയെന്നും ഇപ്പോൾ താൻ മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണ് എന്നുമായിരുന്നു മുൻകാല ഗേൾഫ്രണ്ടിന്റെ മറുപടി. ജിമ്മിക്ക് നല്ലൊരു ഭാവി അവൾ വിഷ് ചെയ്യുന്നുമുണ്ട്. അവളെ തള്ളിപ്പറയാനോ അവൾ ചെയ്ത പ്രവൃത്തിയെ മോശമാക്കാനോ ജിമ്മിക്ക് സാധിക്കില്ലായിരുന്നു. അവളോട് യാത്ര പറഞ്ഞ് ജിമ്മി അവിടെ നിന്നിറങ്ങി. തന്റെ ഈ അവസ്ഥയ്ക്ക് കാരണമായവരോട് അതോടെ ജിമ്മിക്ക് കൂടുതൽ വെറുതോന്നുകയും ചെയ്തു. ജിമ്മി അടുത്തതായി പുറപ്പെട്ടു പോയത് നിവാഡയിലെ ഒരു ക്ലബിലേക്കായിരുന്നു. അവിടെ വെച്ച് ജിമ്മി തന്റെ അടുത്ത ടാർഗറ്റിനെ കണ്ടു. ഹോവിസ് നിക്സൺ എന്നായിരുന്നു ആ ടാർഗറ്റിന്റെ പേര്. അയാളുമായി ജിമ്മി ശക്തമായൊരു പോരാട്ടത്തിൽ ഏർപ്പെടുന്നുണ്ട്. നിക്സനെ കത്തികൊണ്ട് കുത്തി മുറിവേൽപ്പിക്കാൻ ജിമ്മിക്ക് കഴിഞ്ഞു. അവൻ മരണപ്പെടും എന്നുറപ്പിച്ച ജിമ്മി വൈകാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. പക്ഷേ അടുത്ത ദിവസം യാത്രാമധ്യേ റേഡിയോ ബ്രോഡ്കാസ്റ്റിൽ നിന്നുമാണ് നിക്സൺ മരണപ്പെട്ടിട്ടില്ല എന്ന് ജിമ്മി മനസ്സിലാക്കുന്നത്. ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിക്സൺ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അത് കേട്ടപാടെ ജിമ്മി ഒട്ടും മടിച്ചില്ല. കാർ വട്ടം തിരിച്ച ജിമ്മി ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഇതേസമയം അന്വേഷണത്തിലായിരുന്ന ഹംഫ്രീസും പരിക്കേറ്റ നിക്സനെ ഫോളോ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നിരുന്നു. വിവരം പുറത്തു വന്നതോടെ നിക്സൺ കൊല്ലപ്പെട്ടിട്ടില്ല എന്നറിഞ്ഞാൽ ജിമ്മി അങ്ങോട്ടേക്ക് നിക്സനെ വകവരുത്താനെത്തും എന്ന് ഹംഫ്രീസ് ഊഹിച്ചിരുന്നു. ഇതേസമയം തന്നെ മറുവശത്ത് കില്ലറിന്റെ ക്ലൈന്റ് ജിമ്മിയുടെ പുതിയ ലൊക്കേഷൻ കില്ലറിന് അപ്ഡേറ്റ് ചെയ്തിരുന്നു. പുറപ്പെട്ട ജിമ്മി വൈകാതെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. ഓപ്പറേഷൻ റൂമിലാണ് നിക്സൺ ഉണ്ടാവുക എന്ന് ജിമ്മി മനസ്സിലാക്കിയിരുന്നു. അങ്ങോട്ടേക്കായിരുന്നു ജിമ്മി കടന്നു ചെന്നത്. ഒരു തുള്ളി ദയ പോലും കാണിക്കാതെ അവിടെ വെച്ച് തന്നെ നിക്സന് മുമ്പിലേക്ക് എത്തിയ ജിമ്മി വെടിവെച്ച് നിക്സനെ കൊലപ്പെടുത്തി. വെടിയൊച്ച കേട്ട് ഹംഫ്രീസ് ഓടിയെത്തിയപ്പോ കണ്ടത് ജിമ്മി രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നതായിരുന്നു. ജിമ്മിയെ പിന്തുടർന്ന ഹംഫ്രീസ് ജിമ്മിക്കെതിരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു. അവിടെ ഒരു ഫയർ ഫൈറ്റ് തന്നെ നടന്നു. ആ ഫയർ ഫൈറ്റിൽ അവിടുത്തെ ലൈറ്റിംഗ് സിസ്റ്റത്തിന് ഡാമേജ് പറ്റിയിരുന്നു. ഒരു ഘട്ടത്തിൽ ഹംഫ്രീസിനെ ആക്രമിച്ച് ബന്ദിയാക്കി തോക്കിൻ മുനയിലാക്കാൻ ജിമ്മിക്ക് കഴിഞ്ഞു. വേണമെന്ന് വെച്ചാൽ ഹംഫ്രീസിനെ വകവരുത്താൻ ജിമ്മിക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ജിമ്മി അത് ചെയ്തില്ല. ലൈറ്റ് ഡിസപ്പിയർ ആയതും ജിമ്മി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നു. ജിമ്മിയുടെ തിയറി അനുസരിച്ച് തന്റെ ടാർഗറ്റുകളല്ലാത്ത ആരെയും തന്നെ ജിമ്മി കൊലപ്പെടുത്തില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ജിമ്മി വളരെയധികം വേഗത്തിൽ കാർ ഓടിച്ച് മുമ്പോട്ട് പോവാൻ തുടങ്ങി. ആ ഒരു സമയത്താണ് കില്ലർ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ജിമ്മി മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ നടന്നത് ഒരു ഹൈ സ്പീഡ് ചേസ് ആയിരുന്നു. മികച്ച ഡ്രൈവറായ സ്കില്ലുള്ള ജിമ്മിക്ക് ഒരു ഘട്ടത്തിൽ കില്ലറെ കോർണർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ കില്ലറെ വകവരുത്താൻ വരെ ജിമ്മിക്ക് സാധ്യത കൈവന്നു. പക്ഷേ അപ്പോഴും കില്ലറെ വെടിവെച്ചു കൊല്ലാതെ കില്ലറിന്റെ കാറിന്റെ ടയർ മാത്രമായിരുന്നു ജിമ്മി വെടിവെച്ചത്. പിന്നാലെ ജിമ്മി കാർ എടുത്തു പോവാനും തുടങ്ങി. കില്ലർ ജിമ്മിക്കെതിരെ വെടിയുതിർത്തു. കില്ലർ ജിമ്മിയെ പോലായിരുന്നില്ല. തന്റെ ടാർഗറ്റിനെ ഏതുവിധേനയും വകവരുത്തണം എന്ന് കില്ലർ ചിന്തിച്ചിരുന്നു. കില്ലറിന്റെ വെടിയുണ്ട ജിമ്മിയുടെ കഴുത്തിൽ ചെറിയ മുറിവുണ്ടാക്കി പാഞ്ഞുപോയിരുന്നു. കില്ലറുമായുള്ള
ചേസിനൊടുവിൽ ജിമ്മി നേരെ പോയത് തന്റെ പാരന്റ്സിന്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ കടന്നു ചെന്ന് തന്റെ തന്നെ അച്ഛനെ വകവരുത്താനായിരുന്നു ജിമ്മിയുടെ ഉദ്ദേശം. തങ്ങളുടെ അച്ഛനാണ് തന്നെയും തന്റെ സഹോദരൻ ഗ്യാരിയെയും കൊലപ്പെടുത്താൻ അത്തരത്തിൽ പ്ലാനുണ്ടാക്കി മറ്റൊരു സംഘത്തെ അയച്ചത് എന്നൊക്കെ ജിമ്മി വിശ്വസിച്ചിരുന്നു. പ്രത്യേകിച്ചും അച്ഛനുമായി മോഷണം മുതൽ പങ്കുവയ്ക്കാൻ ജിമ്മിയും ഗ്യാരിയും വിസമ്മതിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കും അച്ഛൻ തങ്ങളെ ഒറ്റിക്കൊടുത്തത് എന്നായിരുന്നു ജിമ്മി ഊഹിച്ചത്. പക്ഷേ ജിമ്മിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നില്ല. ജിമ്മിയുടെ അമ്മ ജിമ്മിയെ എതിരിട്ടു. ജിമ്മിയുടെ കഴുത്തിലെ മുറിവ് കണ്ടതും അതിലവർ ഫസ്റ്റ് എയ്ഡ് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അമ്മ ജിമ്മിയോട് സംസാരിച്ചു. അച്ഛൻ ഒരിക്കലും നിങ്ങൾക്കെതിരെ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് ജിമ്മിയെ കൺവിൻസ് ചെയ്യിക്കാൻ അമ്മ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ജിമ്മിയുടെ അച്ഛൻ യാഥാർത്ഥ്യത്തിൽ ഗ്യാരിയെ അത്രമേൽ സ്നേഹിക്കുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ജിമ്മിക്കും അതങ്ങനെ ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മോഷണ വിവരം അറിയാവുന്ന ആരോ ഒരാളാണ് ചതിച്ചിരിക്കുന്നത്. അച്ഛനല്ലാതെ എന്ന് ബോധ്യപ്പെട്ടതും മറ്റാരായിരിക്കും എന്ന് ജിമ്മി ചിന്തിക്കാൻ തുടങ്ങി. ജിമ്മിക്ക് പിന്നീട് സംശയം നീണ്ടത് തന്റെ സഹോദരന്റെ ഗേൾഫ്രണ്ടിലേക്കായിരുന്നു. ഗ്യാരിയുടെ ഗേൾഫ്രണ്ടിന് മോഷണത്തെപ്പറ്റി അറിയാമായിരുന്നു. തന്റെ ലിസ്റ്റിലുള്ള അവസാന ടാർഗറ്റിനെ വകവരുത്താൻ വൈകാതെ അവിടെ നിന്ന് ജിമ്മി പുറപ്പെട്ടു. അലക്സാണ്ടർ ജെറോഡ് എന്നായിരുന്നു ടാർഗറ്റിന്റെ പേര്. അയാളിപ്പോൾ ഒരു ട്രാവലിംഗ് ഇവഞ്ചലിസ്റ്റ് ആണ്. അതായത് പലയിടത്തും യാത്ര ചെയ്ത് ധർമ്മോപദേശവും വേദോപദേശവും ഒക്കെ നടത്തുന്ന വ്യക്തി. ജിമ്മി തന്റെ ഈ യാത്രയിൽ ടാർഗറ്റുകളെ കണ്ടെത്തി വകവരുത്താൻ പോകുന്ന വഴിക്കൊക്കെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് കേൾക്കുമായിരുന്നു. അന്നുള്ള യാത്രയിൽ ജിമ്മി കേട്ടത് ജെറോഡിന്റെ സ്പിരിച്വൽ ലെക്ചേഴ്സ് ആയിരുന്നു. പാപങ്ങളെപ്പറ്റി, പ്രത്യേകിച്ചും മോഷണം, കൊലപാതകം, പ്രതികാരം എന്നുള്ളതിനെ പറ്റിയൊക്കെ വലിയൊരു ധർമ്മോപദേശം തന്നെ അയാൾ നടത്തുന്നുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് പോലീസ് സ്റ്റേഷനിൽ ഹംഫ്രീസിനെ ഏവരും അഭിനന്ദിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. ഹംഫ്രീസ് നേരത്തെ ജിമ്മിയെ കോർണറാക്കിയിരുന്നല്ലോ. മാത്രമല്ല ജിമ്മി ഇപ്പോൾ എവിടെയുണ്ട് എന്ന് ഹംഫ്രീസ് ട്രാക്ക് ചെയ്തിട്ടുമുണ്ട്. ഹംഫ്രീസ് സിസോറോയെ കണ്ട് താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംസാരിച്ചു. ഹംഫ്രീസ് കൊന്ന ടാർഗറ്റുകൾ എന്ന് പറയുന്നത് ഒരു മോഷണത്തിൽ പങ്കാളികളായിട്ടുള്ള വ്യക്തികളാണ്. ആ കൂട്ടത്തിൽ ഇനി ഒരാൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അയാൾ ആരെന്നും മനസ്സിലായിട്ടുണ്ട്. അയാളെ കൊല്ലുന്നത് തടയാൻ ഞാൻ പുറപ്പെടാൻ പോകുന്നു. ഇതേസമയം മറുവശത്ത് കില്ലറും ക്ലയന്റിൽ നിന്ന് വിവരം കിട്ടിയതിനനുസരിച്ച് ജിമ്മി പോകുന്ന ഇടം മനസ്സിലാക്കി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ചെന്നിരുന്നു. ജെറോഡ് ധർമ്മോപദേശം കൊടുത്തുകൊണ്ടിരുന്ന ഇടത്തേക്കായിരുന്നു ജിമ്മി എത്തിച്ചേർന്നത്. നിരവധി വിശ്വാസികൾ ജെറോൾഡിന്റെ ധർമ്മോപദേശവും വേദോപദേശവും കേൾക്കാനിരിക്കുന്നുണ്ടായിരുന്നു. മുമ്പ് കൊലപാതകിയും മോഷ്ടാവുമൊക്കെ ആയിരുന്ന വ്യക്തി പശ്ചാത്തപിച്ചു മടങ്ങി പുതിയ ജീവിതം നയിക്കുന്നു, ദൈവത്തോടടുക്കുന്നു. വിശ്വാസികൾ ആവേശത്തോടെ ആർപ്പുവിളികളോടെ ജെറോൾഡിന്റെ ഓരോ വാക്കുകളും ഏറ്റുവാങ്ങി. കടന്നുവന്ന ജിമ്മിയെ ജെറോഡ് നോക്കിക്കണ്ടിരുന്നു. അതിനോടകം തന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ കൊല്ലപ്പെട്ടു എന്ന കാര്യവും ജെറോഡ് മനസ്സിലാക്കിയിരുന്നു. ജെറോൾഡ് തന്നെ ജിമ്മിക്കൊപ്പം അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി വന്നു. വിശ്വാസികൾക്കിടയിൽ വെച്ച് ഒരു പ്രശ്നമുണ്ടാവാൻ ജെറോൾഡ് ആഗ്രഹിച്ചിരുന്നില്ല. പഴയ ജീവിതത്തിൽ നിന്ന് താൻ പശ്ചാത്തപിച്ച് മടങ്ങിയെന്നും ഇപ്പോൾ പുതിയൊരു ജീവിതമാണ് ജീവിക്കുന്നത്, ചെയ്തുപോയ പാപങ്ങൾക്ക് തന്നോട് ക്ഷമിക്കാമോ എന്നും ജെറോൾഡ് ജിമ്മിയോട് ചോദിച്ചു. വിതുമ്പലോടെ ജിമ്മിയോട് അവൻ മാപ്പപേക്ഷിച്ചുകൊണ്ടേയിരുന്നു. ജിമ്മി ദേഷ്യത്തിൽ ജെറോൾഡിനെതിരെ തോക്ക് ചൂണ്ടിയിരുന്നു. പക്ഷേ ജെറോൾഡിന്റെ ഓരോ ഏറ്റുപറച്ചിലുകളും ജെറോൾഡിന്റെ മാറ്റവും മനസ്സിലാക്കിയ ജിമ്മി ജെറോൾഡിനെ കൊല്ലാതെ പുറത്തേക്ക് വെടിയുതിർത്തു. പിന്നാലെ ജെറോൾഡിനെ ഒന്നും ചെയ്യാതെ ജെറോൾഡ് ധർമ്മോപദേശം ചെയ്തിരുന്ന പള്ളിക്കകത്തേക്ക് ജിമ്മി കടന്നു കയറിയിരുന്നു. അവിടെ ഇരുന്ന് വേദനയോടെ തന്റെ പാപങ്ങളെപ്പറ്റിയും ചെയ്തുപോയ തെറ്റുകളെപ്പറ്റിയും ഒക്കെ ആലോചിക്കാൻ തുടങ്ങി. ആ സമയമായിരുന്നു കില്ലർ അങ്ങോട്ടേക്ക് കയറി വന്നത്. ജിമ്മിയുടെ തലക്ക് നേരെ കില്ലർ തോക്ക് ചൂണ്ടി. ജിമ്മി ആകട്ടെ താൻ കൊന്നവരുടെ ഫോട്ടോസ് നോക്കിയിരിക്കുകയായിരുന്നു. ജിമ്മിക്കെതിരെ തോക്ക് ചൂണ്ടിയ കില്ലർ ജിമ്മിയെ കൊന്ന് താൻ തന്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് ജിമ്മിയോട് പറഞ്ഞു. പക്ഷെ പിന്നാലെ കില്ലർ തന്നെ ഒരു കാര്യം വ്യക്തമാക്കി. ജിമ്മി വിചാരിക്കും പോലെ ജിമ്മി എല്ലാവരെയും കൊന്നിട്ടില്ല. ഗ്യാരിയുടെ മരണത്തിനും മറ്റുള്ളവരുടെ മരണത്തിനും കാരണമായ ആരൊരാൾ ഇപ്പോഴും പുറത്തുണ്ട്. അയാളാണ് തനിക്ക് ജിമ്മിയെ കൊല്ലാൻ കൊട്ടേഷൻ തന്നിരിക്കുന്നത്. ഇതേസമയം മറുവശത്ത് അന്വേഷണത്തിലായിരുന്ന ഡിറ്റക്റ്റീവ് സിസേറോ ഒരു കാര്യം മനസ്സിലാക്കി. ഗ്യാരിയെയും മറ്റുള്ളവരെയും കൊന്നതിൽ ടാർഗറ്റുകളുടെ ലിസ്റ്റിനപ്പുറം ഒരാൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. അതായത് അന്ന് പരസ്പരമുള്ള പോരാട്ടത്തിൽ ജിമ്മിയെ വെടിവെച്ച് വീഴ്ത്തിയ വ്യക്തി. അങ്ങനായിരുന്നു ജിമ്മി അന്ന് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടതും പിന്നീട് ജയിലിലായതും. അതാരാണെന്ന് കണ്ടെത്താൻ അവർ ശ്രമം ആരംഭിച്ചു. പിന്നാലെ ജിമ്മിയുള്ള ലൊക്കേഷൻ മനസ്സിലാക്കി അവരങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കില്ലറും ജിമ്മിയും സംസാരിച്ച് പരസ്പരം ഫേസ് ചെയ്ത് നിൽക്കെ അങ്ങോട്ടേക്ക് ഹംഫ്രീസ് കടന്നു വന്നിരുന്നു. ജിമ്മിക്കെതിരെ തോക്ക് ചൂണ്ടിയ ഹംഫ്രീസ് ഒട്ടും മടിക്കാതെ ജിമ്മിയുടെ തലയിലേക്ക് വെടിയുതിർത്തു. ആ ഒരു നിമിഷത്തിൽ ഹംഫ്രീസ് ആയിരുന്നു പണ്ട് മോഷണം നടന്നപ്പോൾ ജിമ്മിയെ വെടിവെച്ച് വീഴ്ത്തിയത് എന്ന കാര്യം വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഗ്യാരിയുടെയും മറ്റുള്ളവരുടെയും മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ മൈൻഡും ഹംഫ്രീസ് ആണെന്ന കാര്യത്തിൽ ഏറെക്കുറെ സൂചനകൾ ലഭിക്കുന്നു. ഗ്യാരിയുടെ ഗേൾഫ്രണ്ടിൽ നിന്നായിരുന്നു ഹംഫ്രീസ് മോഷണത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയത്. പിന്നാലെ പ്രവർത്തിച്ച് മോഷണ മുതലടക്കം കരസ്ഥമാക്കുകയും ഏവരെയും വെടിവെച്ചു കൊല്ലാൻ നോക്കുകയുമായിരുന്നു ഹംഫ്രീസ് ചെയ്തത്. വെടിയേറ്റ് ജിമ്മി വീണതും കില്ലർ അവിടെ നിന്ന് പോവാനിറങ്ങി. കില്ലറിന്റെ ഡ്യൂട്ടിക്ക്
ഹംഫ്രീസ് പ്രതിഫലം വാഗ്ദാനം ചെയ്തു. ഹംഫ്രീസ് തന്നായിരുന്നു ജിമ്മിയെ കൊല്ലാൻ കില്ലറെ ഏൽപ്പിച്ചതും. പക്ഷേ തനിക്ക് പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞ കില്ലർ ഇനി മേലാൽ എന്നെ കോണ്ടാക്ട് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച ഹംഫ്രീസ് ഗൂഢാലോചനയിൽ പണ്ട് തന്നെ സഹായിച്ച ഗാരിയുടെ ഗേൾഫ്രണ്ട്, അതായത് തന്റെ ഇപ്പോഴത്തെ ഭാര്യയെ ഫോൺ കോൾ ചെയ്തു. എല്ലാം അവസാനിച്ചെന്ന് ഹംഫ്രീസും ഹംഫ്രീസിന്റെ ഭാര്യയും സന്തോഷത്തോടെ നിൽക്കുമ്പോ ജിമ്മി ഹംഫ്രീസിന്റെ പിന്നിൽ തോക്കു ചൂണ്ടിക്കൊണ്ടുവന്നു. ഹംഫ്രീസ് വെടിയുതിർത്തിട്ടും ജിമ്മി മരിച്ചിരുന്നില്ല. കാരണം ജിമ്മിയുടെ തലയിൽ മുമ്പ് വെടിയേറ്റപ്പോൾ മെറ്റൽ പ്ലേറ്റ് ഇംപ്ലാന്റ് ചെയ്തിരുന്നല്ലോ, അതിലായിരുന്നു ആ വെടിയുണ്ട കൊണ്ടത്. അതുകൊണ്ട് തന്നെ അതവന്റെ ജീവൻ എടുത്തിരുന്നില്ല. ജിമ്മി പിന്നെ ഒട്ടും മടിച്ചില്ല, ഹംഫ്രീസിനെ വെടിവെച്ചു കൊന്നു. ഡിറ്റക്റ്റീവ് സിസേറോ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോഴേക്കും കാണാൻ കഴിഞ്ഞത് ഹംഫ്രീസിന്റെ മൃതശരീരമായിരുന്നു. പ്രതികാര നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതും ജിമ്മി ഗാരിയുടെ ചിതാഭസ്മവുമായി അടുത്തുള്ള കടലിലേക്ക് പോയി. കടലിൽ അത് നിമഞ്ജനം ചെയ്തു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ റിവെഞ്ച് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.